കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അലോകും മിഥുനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അലോകും മിഥുനോട് പറഞ്ഞു, എടാ മിഥുനെ, നിനക്ക് ഈ പറയണേ ബാലിന്റെ ഒന്നും വീടൊന്നും അറിയത്തില്ലോ എന്ന് പറയണം. ഇല്ല, എനിക്കറിയില്ല, ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ജനലിനടുത്തേക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. പിന്നീട് വീട് കാണിച്ചു കൊടുക്കുകയാണ്. ആ സമയത്ത് മിത്ര അവിടെ ഇരുന്ന് കോല വിടുന്നുണ്ടായിരുന്നു. നിങ്ങൾ നോക്ക്, ദാ ഇരിക്കുന്ന കണ്ടില്ലേ, അവളാണ് മിത്ര, എന്റെ പെങ്ങളെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മിഥുനൊന്ന് ചിരിച്ചു. മിഥുന്റെ കാര്യങ്ങളൊക്കെ അറിയാലോ, മിഥുനാണല്ലോ ചതിയൻ. പക്ഷെ അത് അലോകിന് അറിയില്ല. പിന്നീട് മിഥുനെ കൂട്ടിക്കൊണ്ട് അലോകം കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും മിഥുൻ പറഞ്ഞു, അല്ല ഞാൻ ഒരു സംശയം ചോദിച്ചിട്ടെ അലോക, നീ ഒരാണല്ലേ എന്ന് ചോദിക്കുക. ഇത് കേട്ടതും അലോക് ഒന്ന് ഞെട്ടി. നീ എന്താടാ പറഞ്ഞേ? അല്ല വേറൊന്നും കൊണ്ട് ചോദിച്ചല്ല, നിനക്കപ്പ എന്താ ചെയ്യേണ്ടിയിരുന്നേ? നിന്റെ കൺമുന്നിൽ നിന്റെ പെണ്ണുങ്ങൾ വന്നിങ്ങനെ ഇരിക്കുമ്പോ നീ അതാ കണ്ടും കേട്ടും ഇരിക്കുകയാണ് ചെയ്യുന്നേ. എനിക്ക് പോലും അവളെ കണ്ടിട്ടാണെങ്കിൽ ദേഷ്യം കൊണ്ട് അങ്ങോട്ട് ബെറഞ്ഞു കയറുക. നിന്റെ കൺമുന്നിൽ വന്ന് അവരിങ്ങനെ സ്വൈര സല്ലാപം നടത്തുന്ന സമയത്ത് നിനക്ക് എന്തെങ്കിലും ചെയ്തുകൂടെന്ന് ചോദിക്കാം. ഞാൻ എന്ത് ചെയ്യാനാ ഇതിനെന്ന് ചോദിക്കാം. എടാ, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? അവളും അവനും കൂടെ ഇവിടുന്ന് ഇറങ്ങിപ്പോണം, അല്ലെങ്കിൽ അവൾക്ക് ആ വീട്ടിൽ നിൽക്കാനായിട്ട് ഗത്യന്തരം ഇല്ലാത്തൊരവസ്ഥ വേണം. നീ അവളെ പോയി അവിടെ നിന്ന് അടിച്ചു ഓടിക്കണം എന്ന് പറയാ. അവൾക്ക് ഒരു കാരണവശാലും അവിടെ നിൽക്കാൻ പറ്റില്ല. അവസാനം അവളെ നാണം കെട്ടി ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വന്നോളൂ എന്ന് പറയാം. ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ അല്ല, ഞാനല്ല നീ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് പറയാം. ഇത് കേട്ടപ്പോ അലോക് പറഞ്ഞു, അല്ല ഞാൻ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ എന്താ, നീ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നും പറഞ്ഞിട്ട് മിഥുൻ അലോകിനെ ഇളക്കി വിടുക. അലോകിന് തന്ത്രമൊന്നും അറിയില്ല. അലോകിന്റെ വിചാരം തന്നോടുള്ള സ്നേഹം കൊണ്ടാ മിഥുൻ ഇങ്ങനെയൊക്കെ പറയണേ എന്ന് കരുതിയിട്ട് അലോക് നേരെ അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. ഈ സമയം കോലം വരച്ചോണ്ടിരിക്കുന്ന മിത്ര അലോകിനെ കണ്ടപ്പത്തേനും എഴുന്നേറ്റു. പിന്നീട് നീ എന്ത് ധൈര്യത്തിലാണ് ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുകയാണ് മിത്രയോട്. മിത്ര പറഞ്ഞു, അതെ ഞാൻ എന്റെ വീട്ടിലാണ് നിൽക്കുന്നത്, ഇതൊക്കെ ഇവിടെ വന്ന് ചോദിക്കാം, നീ ആരാന്ന് ചോദിക്കാം. ഞാൻ ആരാന്ന് നിനക്ക് അറിയത്തില്ലല്ലേ എന്നും പറഞ്ഞോണ്ട് അവളുടെ കർണത്തിന്റെ അടിക്കുവാണ്. പെട്ടെന്ന് മിത്രയ്ക്ക് ദേഷ്യം വന്നു. ദേ അലോകെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വീട്ടിൽ കയറി ഒന്ന് അനാവശ്യം കാണിച്ചാണ്ടല്ലോ, അനാവശ്യം കാണിച്ചാൽ നീ എന്ത് ചെയ്യൂടി? അവള് ജീവിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു, നാണം ഉണ്ടോടി? നീയും നിന്റെ മറ്റവനും കൂടി ആരിനും കൂടെ കൂടിയിട്ട് എന്തൊക്കെ പണിയാടി കാണിച്ചു വെച്ചേ. ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വർണം പണം അടിച്ചു മാറ്റിക്കൊണ്ട് പോയതും പോരാ, എന്നിട്ട് വലിയ ഇവിടെ വന്നു കിടന്ന് ന്യായം പറയണോ നീന്ന് ചോദിക്കുക. അതെ, എന്റെ അച്ഛൻ എനിക്കായിട്ട് തന്നാന്ന് പറയാം. പിന്നെ നിന്റെ അച്ഛൻ തന്നു പോലും. നിന്റെ അച്ഛൻ എങ്ങനെയാടി ഇത് ഉണ്ടാക്കിയത്? എന്റെ അച്ഛന്റെ എല്ലാവരുടെയും കഷ്ടപ്പാടിന്റെ ബലവാ. ഇത് കേട്ടതും മിത്ര പറഞ്ഞു, നീ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല അലോകെ. ആ സ്വർണ്ണം എടുത്തേല് നിനക്ക് ഇത്ര വിഷമിക്കേണ്ട കാര്യമില്ലെന്ന് പറയണം. മര്യാദയ്ക്ക് സ്വർണ്ണമൊക്കെ തിരിച്ചു വന്നോണം, അല്ലെങ്കിൽ ഒരു നിമിഷം പോലും നീ ഇവിടെ കാണത്തില്ല എന്ന് പറയാം. ഓഹോ, അങ്ങനെയാണോ? അന്നാ നീ ഒന്ന് കാണിച്ചെന്ന് പറയണം. വീണ്ടും വെല്ലുവിളിച്ച് കഴിഞ്ഞപ്പം മിത്രയുടെ കഴുത്തിനും കോളറിനും ഒക്കെ കുത്തിപ്പിടിക്കുകയാണ് അലോക് കയറിയിട്ട്. പിന്നീട് അവളെ അടിക്കാൻ തുടങ്ങുവാണ്. ഈ സമയത്താണ് ആര്യൻ അങ്ങോട്ട് വരുന്നത്. ആര്യൻ ഇത് കണ്ടു. ആര്യൻ എടാന്ന് പറഞ്ഞ് പാഞ്ഞ് അങ്ങോട്ട് വരുവാണ്. പാഞ്ഞ് വന്നിട്ട് ഒറ്റ തൊഴിയായിരുന്നു അലോകിനിട്ട്. അലോക് പാഞ്ഞ് അവിടെ പോയി വീഴുവാണ്. ഈ സമയത്ത് മിത്ര പറഞ്ഞു, വേണ്ട ആര്യ, വേണ്ടാന്ന് പറയണം. പിന്നല്ലാതെ ഇവരെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. പിന്നീട് അലോക് വന്നിട്ട് പറഞ്ഞു, ഓഹോ, അപ്പൊ നീ അകത്ത് കയറി ഒളിച്ചിരിക്കുവായിരുന്നല്ലേന്ന് ചോദിക്കണം. ഒളിച്ചിരിക്കാൻ ഞാനടാ ഇതെന്ന്? ദേ ഞാനൊരാണാടാ, എനിക്ക് അങ്ങനെ അകത്ത് കയറി ഒളിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയണം. അപ്പൊ ഈ രംഗങ്ങളെല്ലാം കൃഷ്ണമംഗലത്തെ ജനലിൽ കൂടെ മിഥുൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അലോകിനിട്ട് നല്ല അടി കൊടുക്കണം. ആര്യൻ, മേലെ എന്റെ വീട്ടുമുറ്റത്ത് കാലുകുത്തിയാണ്ടല്ലോ, നിന്നെ ഞാൻ കൊന്നു കളയെന്ന് പറയണം. ഇറങ്ങി പോടാ അവിടെ നിന്ന് പറയണം. ഇത് കേട്ടത് അലോക് പറഞ്ഞു, ഞാൻ അങ്ങനെ പോകാൻ വന്നല്ലടാ, നിന്നെ ഒന്നും ഞാൻ സ്വൈര്യതയോടെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറയാം. എന്നാ ഇങ്ങോട്ട് വാടാ, കാണിച്ചാടാന്ന് പറഞ്ഞ് അലോക് വീണ്ടും വെല്ലുവിളിക്കുകയാണ്. ഈ സമയത്ത് ആര്യം പറഞ്ഞു, ഇവരോട് കിട്ടിയത് പോരാൻ തോന്നുന്നു പറഞ്ഞ് വീണ്ടും അടിക്കാൻ ചെല്ലുമ്പം മിത്ര പറഞ്ഞു, വേണ്ട ആര്യ, വേണ്ട, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് ആര്യനെ കയറി കെട്ടിപ്പിടിക്കുകയാണ്. പോവണ്ട ആര്യം, ഞാൻ പറയുന്നൊന്ന് കേൾക്കാൻ പറയണം. അവസാനം അലോക് അവിടുന്ന് പോവാണ്. ഈ സമയത്ത് മിത്ര പറഞ്ഞു, വേണ്ട ആര്യ, അവൻ പൊക്കോട്ടെ, വെറുതെ എന്തിനാ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുന്നത്? അവൻ പറഞ്ഞ് കേട്ടില്ലെന്ന് ചോദിക്കണം. അവൻ എന്ത് വെള്ളം പറഞ്ഞോട്ടെ, നമ്മളിത് കാര്യമായിട്ട് എടുക്കണ്ടെന്ന് പറയണേ. ഈ സമയത്താണ് മീനാക്ഷി ഒരു മൂളിപ്പാട്ടും പാടി അങ്ങോട്ടേക്ക് വരുന്നത്. മീനാക്ഷി വന്നു കഴിയുമ്പോഴത്തേനും നടുമുറ്റത്ത് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന മിത്രനെ ആര്യനെയാണ് കാണുന്നത്. ഈ കാഴ്ച കണ്ടതും മീനാക്ഷി ഓർത്ത്, ഇവർക്ക് ഇത് എന്ത് പറ്റി? കിളി പോയ രണ്ടുപേരും കൂടെ ഇങ്ങനെ ഈ നടുമുറ്റത്ത് ഇങ്ങനെ നിൽക്കാനായിട്ട്. ഇവരുടെ ഒരു കാര്യം ആൾക്കാർ കാണുന്ന ഒരു ചിന്ത പോലും ഇല്ല എന്ന് കരുതിയിട്ട് മീനാക്ഷി വന്നിട്ട് എന്താ രണ്ടുപേരും കൂടെ റൊമാൻറ്റിക് മൂഡിലാണല്ലോ എന്ന് പറയണം. പെട്ടെന്ന് മിത്രയ്ക്ക് ബോധം ഉണ്ടായത്. മിത്ര ആര്യനെ കെട്ടിപ്പിടിച്ചിട്ടും കയ്യും കൂടെ മാറ്റുവാണ്. പെട്ടെന്ന് ആര്യനാണെങ്കിൽ എന്ത് മറുപടി പറയണം തരത്തില്ല. അതെ, ഇവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്, ആ ഒരു ചിന്ത ഓർമ്മയൊക്കെ വേണമെന്ന് പറയാണ്. ഇത് കേട്ടപ്പോ ആര്യം പറഞ്ഞു, അല്ല അത് പിന്നെ ഏടത്തി ഞാൻ വേണ്ട കൂടുതലൊന്നും പറയണ്ട, ഏടത്തി ഞാൻ പറയുന്നൊന്ന് കേൾക്ക് എന്നും പറഞ്ഞുകൊണ്ട് മീനാക്ഷിയുടെ പറയാ ആര്യനെ അങ്ങോട്ട് ചെല്ലുവാണ്. മീനാക്ഷി പറഞ്ഞു, വേണ്ട മോനെ ആര്യ, നീ ഇനി കൂടുതൽ എന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കണ്ടെന്ന് പറയണം. ആ സമയത്ത് മിത്ര എടുത്ത് നാണക്കേടായി പോയി ആകപ്പാടെ. വേണ്ടിയിരുന്നില്ല എന്ന് കരുതി കൃഷ്ണമംഗലത്തേക്ക് നോക്കുമ്പോ
അവിടെ മിഥുൻ നിൽക്കുന്നുണ്ടു. പെട്ടെന്ന് മിത്ര നോക്കുന്ന കണ്ടപ്പത്തിന് മിഥുൻ അങ്ങോട്ട് മാറി. മിത്രയ്ക്ക് മനസ്സിലായത് മിഥുനാന്നുള്ള കാര്യം. ഇവൻ എന്താ ഇവിടെ കാര്യം? എന്തോ തന്ത്രമുണ്ടല്ലോ. ഇവൻ ഇവിടെ അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ എന്തേലും കാര്യം കാണും. ഈ സമയത്ത് അലോക് മിഥുന്റെ അടുത്തേക്ക് വരുവാണ്. മിഥുന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അതെ അവന് എന്നെ തല്ലിന്ന് പറയണം. അലോകെ, നീ നാളെണ്ണം തിരിച്ചു കൊടുക്കാൻ മേലായിരുന്നോ? കൊടുക്കാൻ അറിയത്തില്ലാഞ്ഞിട്ടൊന്നുമല്ല, പോരാത്തിന്റെ അവന്റെ മിറ്റം കൂടെ ആയിപ്പോയി. അതുകൊണ്ട് അല്ലെ എനിക്ക് അവനെ കൊല്ലാൻ അറിയത്തില്ലാഞ്ഞിട്ടില്ല. പിന്നെ ഇങ്ങനെ ഈ പകൽവെട്ടത്ത് വെച്ച് അവനെ കൊന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ജയിലിൽ പോലെ, അതിന്റെ കാര്യമില്ല. ഇരുട്ടത്ത് വെച്ച് വേണം അവനെ തീർക്കാനെന്ന് പറയണ. ഇത് കേട്ടതും മിഥുൻ പറഞ്ഞു, അലോകെ നിനക്ക് തന്ത്രങ്ങളൊന്നും അറിയില്ല എന്ന് പറയണ. തന്ത്രങ്ങളോ? അതെ, ഇവിടെ നമ്മൾ പ്രയോഗിക്കേണ്ട രാജതന്ത്രം എന്ന് പറയണം. രാജതന്ത്രോ? ഇത് കേട്ടോണ്ട് രാജശ്രീ അങ്ങോട്ട് വന്ന്, ഇതേ മിഥുനെ അവന് പറയുന്നുണ്ടെന്ന് തോന്നരുത്. ഇവൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. എടാ, രാജതന്ത്രം പ്രയോഗിക്കേണ്ടത് രാജതന്ത്രം പ്രയോഗിക്കണം. അവനെ കണ്ടുപിടിക്കുന്നീ എന്ന് അലോകിനോട് പറയാണ്. മിഥുൻ പറഞ്ഞു, അല്ല ആന്റി, അത് പിന്നെ ഞാൻ മോൻ വിഷമിക്കൊന്നും വേണ്ട. എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. എന്റെ മോനോടൊപ്പം കട്ട സപ്പോർട്ട് നീ നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അറിയാലോ, ഒരു കാരണവശാലും അവിടുത്തെ വിവാഹം നടക്കാൻ പാടില്ല. നമ്മളെല്ലാരും കൂടെ ചേർന്നിട്ടുണ്ടെങ്കിൽ എന്തേലുമൊക്കെ നടത്താൻ സാധിക്കും. ഈ വിവാഹം മുടങ്ങിപ്പോക്കോളും. മാത്രമല്ല, ആ മിത്ര അവിടെ കിടന്ന് കരയുന്ന കാഴ്ച കാണും. അവസാനം അവിടെ നാണം കെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോണെന്ന് പറയാണ്. മിഥുൻ പറഞ്ഞു, ആന്റി ധൈര്യമായിട്ട് ഇരിക്കാൻ പറയാണ്. ദേ, അലോകിനെ കൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ജയിച്ചോളാം. ഞാനും അലോകും എല്ലാത്തിനും ഒപ്പാണെന്ന് പറയണ. ഇത് കേട്ടെന്റെ ആശ്രയ പറഞ്ഞു, നിങ്ങളോടൊപ്പം ഞാനും ഉണ്ട്. നമുക്ക് 3 പേർക്കും കൂടെ കൂടാം. 3 പേരും കൂടിയേ പലതും നടക്കുമെന്ന് പറയണം. ആ സമയം അലോക് പറഞ്ഞു, വെല്ലിച്ചന്റെ വെല്ലുമേടം കാര്യം അറിയാലോ, അവര് മിത്രനെ ഈ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വന്ന അതോടുകൂടി തീർന്നു പറയണം. രാജശ്രീ പറഞ്ഞു, അത് ഒരിക്കലും ഉണ്ടാകത്തില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറയണം. അങ്ങനെ മിഥുനും അലോകും കൂടെ അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയം രാജശ്രീ മനസ്സിൽ കരുതി, ഇവനെ വെച്ചിട്ട് കളി കളിക്കണം. ഈ മിഥുനെ വിളിച്ചിട്ട് അവനെ വെച്ചിട്ട് വേണം ആ ദേവമംഗലത്തെ തകർക്കാനായിട്ട് എന്നൊക്കെ ഒരു ചിന്തയിലെത്തുവാണ്. ഈ രാജശ്രീനെ ശരിക്കും അവനെ അറിയത്തില്ല, കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് അകത്തേക്ക് കയറിപ്പോയി. ഈ സമയം ഉദയഭാനും ശ്രീകലെ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശ്രീകല വെച്ചു, നിങ്ങൾ എന്ത് വർത്താനം മനുഷ്യ പറയണേ? അല്ല, ഇപ്പൊ വണ്ടി വിളിച്ച് കാറ് വിളിച്ച് ദേവമംഗലത്തേക്ക് പോകേണ്ട കാര്യം എന്താന്ന് ചോദിക്കാം. എടി ഗോമതി, ഗോമതി എന്നില്ല, എടി ശ്രീകല, നിനക്കിത് എന്തറിയാന്ന് ചോദിക്കുക. എന്തറിയാന്ന്? എടി, നമ്മൾ എന്താ പറഞ്ഞു വെച്ചിരിക്കുന്ന? നമ്മൾ വലിയ കാശുകാരെന്നല്ലേ? അതെ, അവർക്ക് പണമുണ്ട്. പക്ഷെ എങ്കില് നമുക്കത് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ അവരെക്കാളും വലിയ പണമുണ്ട്. പത്രാസം എന്നൊക്കെ പറഞ്ഞ് വലിയ വണ്ടിക്കല്ലേ നമ്മൾ പോയിക്കൊണ്ടിരുന്നേ. അപ്പൊ അതുപോലെ തന്നെ അവർക്ക് അറിയാം നമുക്ക് എന്തൊക്കെയുണ്ട് എന്നൊക്കെ. അപ്പൊ നമ്മൾ അവരുടെ മുന്നിൽ ഇച്ചിരി പത്രാസ് കാണിക്കണ്ടേ? ഇനി നമ്മൾ ഒന്നുമില്ലെന്ന് പറഞ്ഞ് കാറും ഇല്ല ഒന്നുമില്ല, നമുക്ക് അങ്ങോട്ട് ചെന്ന് കയറാൻ പറ്റുമോ? അതുപോലെ തന്നെ അവര് വിചാരിക്കില്ലേ, നമ്മളുടെ വീട്ടിലേക്ക് അവര് വന്നു, പക്ഷെ അവരുടെ വീട്ടിലേക്ക് നമ്മൾ പോയി അന്വേഷിച്ചില്ലോന്ന്. അപ്പൊ നമ്മൾ ചെന്ന് കയറില്ലേ? മോശമല്ലേ? നമ്മൾ അവരുടെ സ്ഥിതിഗതികളൊക്കെ ഒന്ന് അന്വേഷിച്ചറിയണ്ടേ? നമുക്കറിയാം അവരെ കുറിച്ച്, പക്ഷെ അതല്ലല്ലോ എന്റെ മര്യാദ. അവർക്ക് സംശയങ്ങൾ തോന്നില്ലേന്ന് ചോദിക്കോ? ഓ, അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ അല്ലെ? അതെ, നമ്മുടെ പെണ്ണുപോയി താമസിക്കാനുള്ള വീടല്ലേ, അപ്പൊ അവർക്ക് അങ്ങനെ ഒരിക്കലും സംശയം തോന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, നമുക്ക് അവിടേക്ക് ഒന്ന് പോയി കാണണം. അവരുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ കണ്ടുപിടിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ പറയുന്നവരുടെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ എന്ന് പറയാം. ഇതേ മനുഷ്യ, ഒരു കാര്യം പറയാം, കല്യാണം അങ്ങ് അടുത്ത് വരുവാ, കല്യാണത്തിന് വേണ്ടി പണം വേണ്ടെന്ന് നിൽക്കും. എടി, പകുതി കല്യാണം അവരെല്ലാം നടത്തുന്നതെന്ന് നിൽക്കും എന്നും പറഞ്ഞോണ്ട് അതുകൊണ്ട് കാര്യമുണ്ടോ? പകുതി പൈസ ആണെങ്കിലും നമ്മൾ കൊടുക്കണ്ടേന്ന് ചോദിക്കാം. ആ സമയം ശ്രീദേവി പറഞ്ഞു, അത് വേണം. പകുതി പൈസ എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കുക വെച്ചാന്ന് ചോദിക്കാം. അത് പിന്നെ ആരെയാലും കറക്കാം. ആരെ കറക്കാന്ന് ഓർത്തായിരിക്കണേ? നടക്കുന്ന കാര്യം വേണം. നല്ലതാണോ? ഇത് കേട്ടുകഴിഞ്ഞപ്പോ ശ്രീവിദ്യ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഫുൾ കല്യാണം അവരെ കൊണ്ടങ്ങ് നടത്തിച്ചാലോ? അത് ശരി തന്നെയാ, പക്ഷെ എങ്കില് അത് ബാലൻ സമ്മതിക്കുവോ? നമുക്ക് കുറച്ചിലല്ലേന്ന് ചോദിക്കാണ്. ഇത് കേട്ടതും ശ്രീദേവി പറഞ്ഞു, അതെ, ഒരു കാര്യം ഞാൻ പറയാം, ഇതിന്റെ ഒന്നും ആവശ്യമില്ലമ്മേ, എനിക്ക് ഈ കല്യാണം വേണ്ടെന്ന് പറയാം. അതെ, വീണ്ടും പറഞ്ഞു അവളെ നെഗറ്റീവ് പറയാനായിട്ട്. ഒന്നും മിണ്ടായിരിക്കുന്നോടെ പെണ്ണെ, ഒറ്റ അണ്ണ അങ്ങോട്ട് വെച്ച് തന്നാണ്ടല്ലോ എന്ന് പറയാണ്. ശ്രീവിദ്യ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് അന്ന് കല്യാണം ലളിതമായിട്ട് രീതി നടത്തിയിട്ട് നമുക്കും അറിയാം, വല്ല ദുരിതാശ്വാസ നിധിയിലേക്ക് എങ്ങാനും പിരിവ് കൊടുത്തെന്ന് പറയാം ഈ പണം. അതെങ്ങനെയുണ്ട് ഐഡിയ? അത് കൊള്ളാം. പക്ഷെ ഒരു കാര്യമുണ്ട്, അവരെങ്ങാനും കള്ളത്തരം കണ്ടുപിടിച്ച് അതോടുകൂടി തീർന്നു പറയണം. ഇനിയിപ്പൊ എന്ത് ചെയ്യും എന്നാ അറിയാതെ ആകെപ്പാടെ തല പൊഞ്ഞ് ആലോചിച്ചോണ്ടിരിക്കുക. അപ്പോഴേക്കാണ് കോളിംഗ് ബെല്ല് അടിക്കുന്നത്. അയ്യോ, കോളിംഗ് ബെല്ല് അടിച്ചിട്ട് ആരാന്ന് പോയി നോക്കാൻ പറയണം. അമ്മ, ഞാൻ പോകത്തില്ലെന്ന് ശ്രീദേവി പറയാം. അങ്ങനെ പറയല്ലേ മോളെ, പോയി നോക്കാൻ പറയണം. അങ്ങനെ ശ്രീദേവി ശ്രീവിദ്യയും കൂടെ ജല്ലി കൂടെ പോയി പുറത്തേക്ക് നോക്കി കഴിയുമ്പോഴത്തേനും ആ കാഴ്ച കിടന്ന്, അയ്യോ ഗംഗാധരന്, അമ്മാവന് ഇനിയിപ്പൊ എന്ത് ചെയ്യുന്നു ചോദിക്കാം. അയ്യോ, പെട്ടുപോയല്ലോ. അമ്മയോടും അച്ഛനോട് പോയി പറയാന്ന് പറഞ്ഞാൽ അവരകത്തേക്ക് കയറി വരുവാണ്. ദേ, അമ്മേനെ കാണാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ടെന്ന്. ആര്? ആങ്ങളെ അമ്മയുടെ. ദൈവമേ, ആര്? പോങ്ങാപ്പാറയുള്ളോ? ദൈവമേ, ഇനിയിപ്പൊ എന്ത് ചെയ്യും? ആകെപ്പാടെ പെട്ടുപോയല്ലോ. ഇനിയിപ്പം ഞാൻ നോക്കിട്ട് ഒരു വഴി മാത്രമേ കാണുന്നുള്ളൂ.
നിങ്ങൾ മക്കൾ രണ്ടുപേരും കൂടെ ചെല്ല. നിങ്ങളെ ഭയങ്കര കാര്യമല്ലേ പുള്ളിക്കാരന്. നിങ്ങൾ ഇന്ന് എങ്ങനെയാലും സോപ്പിട്ട് ഇങ്ങോട്ട് കയറ്റിക്കൊണ്ട് വരാൻ പറയും. എങ്ങനെ സോപ്പിട്ട് കയറ്റിക്കൊണ്ട് വരാനാ? എന്നെ കൂടെ പറ്റില്ല അച്ഛാന്ന് പറയാം. അങ്ങനെ പറയില്ല ശ്രീദേവി മോളെ, ഞങ്ങളുടെ അവസ്ഥയൊന്നും മനസ്സിലാക്കാൻ പറയണം. ഇവളുടെ ആങ്ങളയാന്നും പറഞ്ഞ് അയാളുടെ 25 സെന്റ് റബ്ബർ തോട്ട പണയം വെച്ച് പൈസ മേടിച്ചിരിക്കുന്നേ. നാളെ ഇത്രയായിട്ട് അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കില്ല. അപ്പൊ അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വന്നിരിക്കുമായിരിക്കും. പിന്നീട് ശ്രീദേവി ശ്രീവിദ്യയും കൂടെ ചെന്ന് കഥ തുറക്കുവാണ്. അങ്ങനെ ഫ്രണ്ട് മാമനെ കണ്ടാൻ പറഞ്ഞു, അയ്യോ ഇത് ആരും മാമനോ, കയറി വരാൻ പറയണം. അതെ ഞാൻ കയറി വരുന്നില്ല, ഞാൻ പോവാന്ന് പറയാം. അങ്ങനെ പറയരുത് മാമ, ഇന്നലെയും കൂടെ മാമന്റെ കാര്യം ഞങ്ങള് ഓർത്തോളെന്ന് പറയാണ്. എന്തോ ഓർത്തെന്ന്? അത് പിന്നെ അന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേന് അവിടെ ഒട്ടുപാലി പറിച്ച് നടന്നതും പന്തുണ്ടാക്കി കളിച്ചതും പിന്നെ അതിലൂടെയൊക്കെ ഓടിച്ചാടി നടന്നും റബ്ബർ തോട്ടത്തിൽ കൂടെ ഒക്കെ, അതൊക്കെ ഇന്നലെ എന്ന് കഴിഞ്ഞ പോലെ കഴിഞ്ഞ അതൊക്കെ ഇപ്പോഴും എന്റെ മനസ്സിലുണ്ടെന്ന് പറയാണ്. ആണോ? അതിനെക്കുറിച്ചൊക്കെ ആണല്ലോ ആലോചിച്ച് നിൽക്കുക. അതെ മാമൻ കയറി വാ എന്നൊക്കെ പറഞ്ഞിട്ട് കയ്യെ പിടിച്ച് അകത്തേക്ക് ആനയിച്ചുകൊണ്ട് ചെല്ലുവാണ്. ഈ സമയം സ്ത്രീകളെയും ഉദയഭാനു എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ്. പെട്ടുപോയല്ലോ ഭഗവാനെ, ഇനി ഇയാളെ എങ്ങനെ പറഞ്ഞു ഒഴിവാക്കും എന്നൊരു ചിന്തയായിരുന്നു. അങ്ങനെ ചെന്നിരുന്ന് കഴിഞ്ഞപ്പോ തന്നെ സ്ത്രീകൾ പറഞ്ഞു, അതെ ഇപ്പൊ ഞാൻ ചായ എടുത്തോണ്ട് വരാം എന്ന് പറയണ ഏട്ടന്. ആ ശരി ശരി എന്ന് പറയണ. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും തന്നെ ഉദയഭാനു പറഞ്ഞു, അല്ല എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? നീ വെക്കണേ എന്ത് കാര്യങ്ങള്? നീ എന്തിനെ കുറിച്ചാ പറഞ്ഞേ? ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കുറെ നാളായി എന്നിട്ട് വട്ടം ചുറ്റിക്കുന്നേ. മര്യാദയ്ക്ക് എന്റെ സ്ഥലത്തിന്റെ ആധാരം പണയം എടുത്ത് തന്നണം. പലിശക്കാരന് കൊണ്ട് പണയം വെച്ചിരിക്കുക. ബ്ലേഡ് പലിശക്കാ കൊണ്ടേ വെച്ചിരിക്കുന്നേ. ഇപ്പൊ പലിശയില്ല മുതലും ഇല്ല. ഞാൻ ആകെപ്പാടെ പെട്ടുപോവാ. ഇന്നലെ റബ്ബർ വെട്ടാൻ ചെന്ന് കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ, ആ പലിശ മേടിച്ചവൻ അങ്ങോട്ടേക്ക് പട്ടീനെ അഴിച്ചു വിട്ടു. എന്നെ റബ്ബർ വെട്ടാൻ പോലും സംഭവിച്ചില്ലെന്ന് പറയാം. ഇനിയിപ്പൊ പലിശയും പണം കൊടുക്കാതെ എനിക്ക് അവിടെ കയറി റബ്ബർ വെട്ടാൻ പറ്റില്ല. ആകെപ്പാടെ 1-2 ഷീറ്റ് കിട്ടുന്ന അതുകൊണ്ടാണ് ഞാനും കുടുംബവും കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നേ. ഇപ്പോഴാണെങ്കിലോ വല്ലാത്തൊരു അവസ്ഥയാന്ന് പറയാണ്. അപ്പോഴേക്ക് സ്ത്രീകള് ചായ ഉണ്ടെന്ന് വെച്ചു. ഇതേ അങ്ങനെ ചായ കുടിക്കാൻ പറയാണ്. ആ കൊള്ളാല, നല്ല സൂപ്പർ ചായയാണല്ലോ, പാലും കടുപ്പും ഒക്കെ പാകത്തിനാന്ന് പറയാണ്. ഇത് കേട്ട സ്ത്രീകൾ പറഞ്ഞു, അത് പിന്നെ എന്റെ ആങ്ങളെ വന്നു കഴിയുമ്പോ എനിക്ക് ഇങ്ങനെയല്ല സൽക്കരിക്കാൻ പറ്റുള്ളൂ എന്ന് ചോദിക്കാം. അതെ ഒരു കാര്യം ഞാൻ ചോദിച്ചിട്ട് സ്ത്രീകളെ, നിന്റെ ഏതോ അകന്ന ബന്ധത്തിലുള്ള ഒരു ആങ്ങളാണ് ഞാൻ. ഈ പറയുന്ന ഉദയഭാനു എന്റെ അളിയെന്ന് വിളിക്കുന്നുണ്ട്. ഒരു കാര്യമുണ്ട്, നിങ്ങൾ നേരത്തെ ആ സ്ഥലത്തിന്റെ ആധാരം മേടിക്കാനായിട്ട് എത്ര വട്ടം വീട്ടിൽ കയറി ഇറങ്ങിയതാ. എന്തൊരു സ്നേഹപ്രകടനങ്ങളായിരുന്നു. അത് കിട്ടിക്കഴിഞ്ഞ പിന്നെ ആങ്ങളെയും വേണ്ട അളിയനും വേണ്ട, കണ്ടാ പോലും മൈൻഡ് ചെയ്യാത്തൊരവസ്ഥയായിപ്പോയി. എന്താ സ്ത്രീകളെ എന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ ആങ്ങളൊക്കെ അറിയാലോ, ഞങ്ങളുടെ അവസ്ഥ അറിയാലോ എന്ന് ചോദിക്കുക. എന്തവസ്ഥ? അതെ ഉദ്ദേശിച്ച പോലെ ഒന്നുമല്ല കാര്യങ്ങള്. പൈസ ഒന്നും ഇല്ലാന്ന് പറയണ. പൈസ ഇല്ല പോലും. പൈസ ഇല്ലാഞ്ഞിട്ടാണോ ഇങ്ങനെ നിങ്ങൾ ആർഭാടം കാണിക്കണമെന്ന് ചോദിക്കും. അയ്യോ ആർഭാടം കാണിച്ചിട്ടൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് നല്ല സ്ഥിതി ഉണ്ടായെന്നല്ല ഞാൻ അറിഞ്ഞേ. ഒരാഴ്ച സമയം തരും. ഒരാഴ്ചക്കുള്ളില് എന്റെ ആധാരവും സ്ഥലവും എനിക്ക് വീണ്ടെടുത്ത് തന്നിരിക്കണം. അല്ലെങ്കിൽ ഞാൻ വീണ്ടും ഒരു വരവും കൂടെ വരുമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ സ്ത്രീകളെ ഉദയഭാനു നിൽക്കുക. അവർക്ക് മനസ്സിലായി പെട്ടുപോയെന്നുള്ള കാര്യം. ഇനിയിപ്പൊ അതെടുത്ത് കൊടുത്തില്ലേ അതിന്റെ പേര് വീണ്ടും പ്രശ്നമാവും. പണം കൊടുക്കാനുള്ളവർ ഓരോരുത്തരായിട്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പുള്ളിക്കാരൻ അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും സ്ത്രീകളെ വന്നിട്ട് പറഞ്ഞു, അതെ ഏട്ടാ ഇനി എന്ത് ചെയ്യുന്ന ചോദിക്കാം. എന്ത് ചെയ്യാനാ എനിക്ക് അറിയത്തില്ലടി എന്ന് പറയണം. ശ്രീദേവി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ വിവാഹം വേണ്ടച്ചാ, എന്നെ കൂടെ പറ്റില്ല, ഞാൻ മടുത്തെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോവാ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.